ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 7 ഡേ 7 ഇയറിംഗ്സ് ചാലഞ്ചിന്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇന്നൊരു ജുംക്കയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജുംക്കയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ജുംക്ക ഞാൻ ഫുൾ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് സ്റ്റോൺ ചെയിൻ ഉപയോഗിച്ചാണ് കേട്ടോ. ഗോൾഡൻ സ്റ്റോൺസ് വരുന്ന സ്റ്റോൺ ചെയിൻ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിന്റെ സ്റ്റഡ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് OHP ഷീറ്റിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഡ്രോപ്പ് ഷേപ്പിലെ കുന്തൻ സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഡൗൺവേർഡ് ഫേസിംഗ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് ചുറ്റും ഗോൾഡൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമുക്ക് എന്നിട്ട് ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം അതിന്റെ പുറകില് ഐപ്പിന്നും സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കുക. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ജുംക്ക ബേസ് എടുക്കാം. അതിലേക്ക് ആദ്യം ആ താഴത്തെ ലെയറിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ ഇതുപോലെ. അതിനുശേഷം അതിലേക്ക് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ സ്റ്റോൺസ് ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇത് ഇവിടെ ചെയ്ത് തീരാറായി. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് സ്റ്റോൺസ് എല്ലാം ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ലെയർ അങ്ങനെ ഏറ്റവും മുകളിൽ വരെ ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 7 ഡേ 7 ഇയറിംഗ്സ് ചാലഞ്ചിന്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇതിന് മുൻപിട്ട 6 വീഡിയോസ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പം അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഏറ്റവും ലാസ്റ്റ് ലെയർ വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ലാസ്റ്റ് ലെയറും കൂടി ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഡ്രൈ ആക്കാൻ വെക്കാം കേട്ടോ. മിനിമം ഒരു 24 hours എങ്കിലും ഡ്രൈ ആകാൻ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ചെയ്ത് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇതെടുത്ത് അസംബിൾ ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഇതുപോലെ തന്നെ രണ്ടാമത്തതും കൂടി ചെയ്തെടുക്കണം. 2 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആകാൻ വെക്കാം കേട്ടോ. ഇനി നമുക്കിത് അസംബിൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. ഹെഡ് പിന്നിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ജുംക്ക ബേസിൻ്റെ ഹോളില്ലേ, അതിനേക്കാളും ഇത്തിരി വലിയൊരു സൈസ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന കമ്പി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് നോസ് പ്ലയർ ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അത് ബാക്കിൽ കൂടെ ജുംക്കയുടെ ബേസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ജുംക്കയും സ്റ്റഡും കൂടി ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ കമ്മൽ റെഡി ആക്കി കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെ രണ്ടാമത്തതിൻ്റെയും കൂടെ ചെയ്തെടുക്കുക. ഇതിന് മുൻപ് ഞാൻ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചൊരു ജുംക്ക ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ ജിമിക്ക് കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഇവിടെ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ 7 ഡേ 7 ഇയറിംഗ്സ് ചാലഞ്ചിൻ്റെ ലാസ്റ്റ് വീഡിയോ ഇതായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ. പിന്നെ പുതിയൊരു വീഡിയോയുമായി വരാട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.